ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം അതിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നേരിട്ട് പോയി ജനങ്ങളെ കാണാനും ജനങ്ങളോട് പറയാനും ജനങ്ങൾ പറയുന്നത് കേൾക്കാനും അവസരം കൊടുക്കുന്ന ലോക ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും അസുലഭമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് വൈക്കത്തിന്റെ ജനാവലി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു നവകേരള സദസ്സ്? ഈ ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ഈ നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കണം എന്ന് പറയാൻ പോലും നിവൃത്തിയില്ലാത്ത കേരളത്തിന്റെ പ്രതിപക്ഷം അപമാനകരമായ അപസർപ്പക കഥകളുമായി കേരളത്തിന്റെ ജനമുന്നേറ്റത്തിന്റെ മഹത്തായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ നവകേരള സദസ്സിനെ അപമാനിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. വീട് വീടാന്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ കയറി ഈ നവകേരള സദസ്സ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞവരെ അക്ഷരാർത്ഥത്തിൽ ബഹിഷ്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ ഹൃദയത്തോട് ഏറ്റുവാങ്ങാൻ ഒത്തുചേർന്ന പതിനായിരക്കണക്കിന് ആളുകളാണ് വൈക്കത്ത് പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ടാണ് നവകേരള സദസ്സ് എന്ന അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യം ഒരു പുതിയ അനുഭവത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഭരണഘടന പ്രദാനം ചെയ്യുന്ന എല്ലാ ഫെഡറലിസ്റ്റ് മര്യാദകളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സംസ്ഥാനത്തെ ഒറ്റപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ കേരളത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന വായ്പയെ നിയന്ത്രിക്കാനെന്ന പേരിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾ സംസ്ഥാനത്തെ വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണിത്. ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്നത് അപകടകരമാണ് എന്ന് ഗവൺമെന്റ് തിരിച്ചറിയുന്നുണ്ട്. വിവേചനപരമായ നടപടികൾ അവസാനിപ്പിക്കണം എന്ന് കാണിച്ച് സംസ്ഥാനം പലതവണ കേന്ദ്ര ഗവൺമെന്റുമായി ആശയവിനിമയം നടത്തിയിട്ടും ആ ആശയവിനിമയത്തിലൂടെ കേരളം അവകാശപ്പെടുന്ന കേരളത്തിന്റെ അവകാശങ്ങളെ നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഭരണഘടനയുടെ 131ാമത് ആർട്ടിക്കിൾ അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിക്കുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഉത്തരവുണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചരിത്രത്തിലാദ്യമായി കേരള സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരായി സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ധനകാര്യ പ്രവർത്തനങ്ങളിൽ കേന്ദ്രം നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ തടയുക, സംസ്ഥാന നിയമപ്രകാരം നിശ്ചയിച്ച അർഹമായ കടമെടുപ്പ് പരിധി ഭരണഘടനാ വിരുദ്ധമായി വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക, സംസ്ഥാനത്തിന്റെ പബ്ലിക് അക്കൗണ്ടിലെ ബാധ്യതകളെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്രത്തിന്റെ ഉത്തരവ് റദ്ദു ചെയ്യുക, സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ വഴിയുള്ള കടമെടുപ്പുകളെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി ഉത്തരവ് റദ്ദു ചെയ്യുക, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പിനെ നിയന്ത്രിക്കുന്ന നിയമവിരുദ്ധമായ നടപടികൾ റദ്ദു ചെയ്യുക തുടങ്ങി സംസ്ഥാന സർക്കാരുകൾക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരായി സംസ്ഥാന ഗവൺമെന്റിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഒരു ഗതികേടിലേക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട് പോകപ്പെട്ട ഒരു സന്ദർഭത്തിലേക്ക് എങ്ങനെ നമ്മൾ പോയി. യഥാർത്ഥത്തിൽ ജനസദസ്സ് സംഘടിപ്പിക്കുമ്പോൾ വൈക്കത്ത് ഉൾപ്പെടെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഒരു സന്ദേശം കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിലെ 21 മന്ത്രിമാരും നമ്മുടെ ഈ തീരത്ത് ഒത്തുചേർന്ന ജനസാഗരത്തെ അഭിവാദ്യം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ വേദിയിലിരിക്കുന്ന 21 പേരുണ്ടല്ലോ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ മന്ത്രിമാർ, ഞങ്ങൾ ഈ കേരളത്തിലെ ജനസമക്ഷം പറയുകയാണ്, ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്ന 21 പേരല്ല കേരളത്തിന്റെ യജമാനന്മാർ. കേരളത്തിന്റെ യജമാനന്മാർ അക്ഷരാർത്ഥത്തിൽ വൈക്കത്തിരിക്കുന്ന നിങ്ങളെപ്പോലെ കേരളത്തിലെ 3.5 കോടി വരുന്ന മനുഷ്യരാണ് ഈ ഗവൺമെന്റിന്റെ യജമാനന്മാർ. ആ യജമാനന്മാരുടെ മുമ്പിലേക്കാണ് നവകേരള സദസ്സ് എത്തിച്ചേരുന്നത്. എന്തുകൊണ്ട് എത്തിച്ചേരണം? കേരളത്തിലെ ഗവൺമെന്റ് ചെയ്ത കുറ്റം എന്താ? കേരളത്തിലെ ഗവൺമെന്റിന് അർഹമായ 57,603 കോടി രൂപ, കേരളത്തിന് പല ഇനങ്ങളിലായി ലഭ്യമാകേണ്ട 57,603 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നിഷേധിക്കാൻ പറയുന്ന ന്യായം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വിവിധ വിഹിതത്തിലെ കുടിശ്ശികകൾ 5,352 കോടി. ഇതിന് പുറമെ അത് നഗരവികസന ഗ്രാന്റിൽ
ഗ്രാമവികസന ഗ്രാന്റിൽ, UGCയിൽ, നെല്ലു സംഭരണത്തിൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ, ദുരന്ത നിവാരണത്തിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, ആരോഗ്യ പ്രവർത്തനങ്ങളിൽ 53,052 കോടി രൂപ ആ ഇനത്തിൽ ലഭ്യമാകേണ്ട കുടിശ്ശിക കേന്ദ്രത്തിന്റെ കേരളത്തിലേക്കുള്ള അവകാശമായ 57,603 കോടി രൂപ എന്തിന് കേന്ദ്രം കേരളത്തിന് നിഷേധിക്കണം?